ഹായ് ഗായ്സ്, വെൽക്കം ടു F6Q ടോക്സ്. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരമ്മ ഒരു മകളെ 26 വർഷം വീട്ടിൻ്റെ ഒരു മുറിക്കകത്ത് തന്നെ അടച്ച് പൂട്ടിയിട്ട ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പായിട്ട് ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ചങ്കുകൾ ഉണ്ടാകും, ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്കറിയുന്ന ഒരുപാട് ടീംസ് ഉണ്ടാകും, നമ്മൾ അത്രയും കെയർ ചെയ്യുന്ന, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും. ഇവരോട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ പറയും, നീ അങ്ങനെ ചെയ്ത്, നീ ഇങ്ങനെ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളോട് ഒരാൾ പറയാണ്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോട് പറയാണ്, ഓക്കെ, ഉദാഹരണം മാത്രമാണ് ഗൈസ്, നമ്മൾ പറയാണ്, ഇപ്പോൾ നീ ആ റൂട്ടിലേക്ക് കൂടി പോകുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ചില സമയത്ത് പട്ടി ഉണ്ടാവും, പട്ടിനെ കടിക്കാൻ വന്നാൽ ചിലപ്പോൾ സീനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല അത്യാവശ്യം ബുദ്ധിയുള്ള ആളാണെങ്കിൽ അവർ പറയും, ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാം, താങ്ക് യു, അങ്ങനെ പറയും. വിവരം തീരെ കുറഞ്ഞ ആളാണെങ്കിൽ, ബുദ്ധി ഇല്ലാത്ത ആളാണെങ്കിൽ പറയും, ഞാൻ എന്നെപ്പോൾ പട്ടി എപ്പോഴാണ് എന്നെ കടിച്ചത്, അങ്ങനെ ചോദിക്കും. ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ആരായിക്കോട്ടെ, നിങ്ങൾ അത്രയും വിലപ്പെടുന്ന നിങ്ങൾ ചങ്കുകളെന്ന് അങ്ങനെ പറയില്ല കേസ്, അത്രയും ഇഷ്ടപ്പെട്ട ചങ്കുകൾ ഒരിക്കലും അങ്ങനെ പറയില്ല. വേറെ കുറച്ച് ടീംസ് ആയിരിക്കും, നമുക്ക് വേണ്ടപ്പെട്ടവരായ കുറച്ച് വേസ്റ്റുകൾ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും, വേണ്ടപ്പെട്ടവരായ വേസ്റ്റുകൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അവരായിരിക്കും നമ്മളോട് അങ്ങനെ പറയാറ്, എന്നാണ് ചെയ്തത്, ഇങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ റോങ് ആയിട്ട് സംസാരിക്കുന്നത്. അവരോട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ ഒറ്റയടിക്ക് പിന്നെ അവരോട് നിർത്താം, പിന്നെ അവരോടൊന്നും പറയണ്ട. പിന്നെ അവർ ആ പട്ടി കടിച്ചു കൊല്ലേ, പേ പിടിക്കുക, എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അത്രയും കെയർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവരോട് ആദ്യം ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവർ മൈൻഡ് ചെയ്തിൽ വെച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്യണം, നമ്മൾ അവരെ കാര്യം ഒഴിവാക്കാം, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാക്കൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധ ആയിരിക്കും. എന്തൊരു കാര്യത്തിലല്ലോ, എൻ്റെ മക്കൾക്കൊന്നും പറ്റരുതേ, മക്കളെ വളരെ നമ്മളെല്ലാവരും കെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരമ്മ, റഷ്യയിലുള്ള ഒരമ്മ തൻ്റെ മക്കളെ വല്ലാണ്ട് കെയർ ചെയ്തു. കെയറിങ് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ രക്ഷിതാക്കളൊക്കെ ചെയ്യുന്നതിൻ്റെ 2, 3, 5 ഇരട്ടി അധികം കെയർ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1-2 മാസമോ അല്ലെങ്കിൽ 1-2 വർഷമോ അല്ല, 26 വർഷമാണ് ഒരു പെൺകുട്ടിയെ റഷ്യയിലെ ഒരു അമ്മ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടത്. ഇതെന്തിനാണ് ഈ അമ്മ ഈ കുട്ടിയോട് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. എന്നിട്ട് ആ കാര്യം വന്ന് അമ്മയോട് പറഞ്ഞു. എന്നിട്ട് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉള്ളിൽ ഭയങ്കര ഭയം ആയിരുന്നു. എന്തിനാന്ന് വെച്ചാൽ, ഇവൻ്റെ കൂടെ പോകുമോ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ചിന്തിച്ചിട്ട് സ്വന്തം മകളെ വീട്ടിനുള്ളിൽ തന്നെ പൂട്ടിയിട്ട്. നമ്മളൊക്കെ കുറച്ച് കാലം ലോക്ക്ഡൗൺ വന്ന സമയത്ത് നമ്മൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് ഒരു മാസം ഒരാഴ്ച ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മടുത്തിട്ട് നമ്മളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് തന്നെ അറിയാലോ. നമ്മളൊക്കെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഐ ആം റസീൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മളൊരു ബ്രോൺ റസീൽ, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഇതിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോ. അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വീട്ടിൽ നമ്മളൊക്കെ കുറച്ച് കാലം വീട്ടിലിരിക്കുന്നത് നമുക്ക് ഭയങ്കര കിളിപോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ എത്ര വർഷമാണ് വീട്ടിൽ നമുക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്രയും ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു മാസം പൂട്ടിയിട്ടാൽ തന്നെ വല്ലാത്ത പ്രശ്നം. 26 വർഷം പൂട്ടിയിട്ട് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചെന്താ അറിയോ? ഈ പെൺകുട്ടി ആകെ ശോഷിച്ച് മാനസിക നില തെറ്റി ആകെ എന്തൊക്കെയോ. ഈ പെൺകുട്ടിയുടെ 10 വർഷത്തോളം ഈ പെൺകുട്ടി കുടിച്ചിട്ടില്ല, വസ്ത്രം മാറിയിട്ടില്ല. ഒരേ വീട്ടിൽ ഇവൾക്ക് ഒരു അനിയനും കൂടി ഉണ്ടായിരുന്നു. ആ അനിയനായിരുന്നു ഇവൾക്ക് ഭക്ഷണം ഇങ്ങനെ കൊടുത്തിരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും നടത്താം. ഒരു എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, ശരീരം അത്രയ്ക്ക് ശോഷിച്ചിരുന്നു. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവിടെ തന്നെ 1, 2 എല്ലാം അവിടെ തന്നെ കഴിച്ചിട്ട് 26 വർഷം, ഒരുപാട് കുറേ കാലം പൂട്ടിയിട്ട് വീട്ടിലേക്ക് കയറുന്ന അവസ്ഥയായിരുന്നു പോലും ആ പെൺകുട്ടിക്ക്. ആ റൂമിലേക്ക് 26 വർഷത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ട് അങ്ങോട്ട് കയറിയപ്പോൾ ഉണ്ടായിരുന്നത്. അത്രത്തോളം അതിൻ്റെ ആ റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ദുർഗന്ധം വമിച്ചിട്ട് ഫുള്ള് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭയാനകത മനസ്സിലാവും. കാരണം 1-2 വർഷമല്ല, ഒരു വർഷം ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഇരുന്നാൽ തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മുടെ മാനസിക നിലയൊക്കെ തെറ്റിയിട്ട് പല രീതിയിലാവും. ഇതുകൊണ്ട് തന്നെയാണ് ജയിലിലൊക്കെ പരോൾ കൊടുക്കുന്നത്. അത് പരോൾ കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ മാനസിക നില തെറ്റാതിരിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ജയിലൊക്കെ അങ്ങനെ എഴുതുന്നത്. അപ്പോൾ 26 വർഷം നിങ്ങൾ ചിന്തിച്ച് നോക്കി ഗൈസ്, അതിൻ്റെ അവസ്ഥ, ഭീകരത നമുക്ക് ചിന്തിച്ചാൽ തന്നെ അത് മനസ്സിലാവും. ഒന്നുമില്ലെങ്കിൽ ഈ അമ്മയ്ക്ക് ഒരു പൂട്ടിയുള്ള ഒരു വീട്ടിൽ നമ്മൾ ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വിഷമം. എന്നിട്ട് ഈ പെൺകുട്ടി ഒരു മുറിയിലാണ് പൂട്ടിയിട്ടത് 26 വർഷം. ഈ പെൺകുട്ടിയുടെ അമ്മയും അനിയനും കൂടിയിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് അടുത്താണ് ഇത് പുറത്തു വരുന്നത്. അങ്ങനെ ആ അമ്മയൊക്കെ പോലീസൊക്കെ ചോദ്യം ചെയ്തു. അങ്ങനെ ആകെ സീനായിട്ടാണ് ഇപ്പോൾ ഉള്ളത്.
ഒന്നുമില്ലെങ്കിലും ഈ എന്താ പറയുക, ഈ തള്ളക്ക് ഈ അമ്മ എന്ന് പറഞ്ഞ ഈ സാധനത്തിന് കുറച്ച് ചിന്തിച്ചാൽ പറയാം. എന്തെങ്കിലും എവിടെയെങ്കിലും പഠിക്കാൻ കൊണ്ടാക്കുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉപദേശിക്കാൻ പറ്റും, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മാറുന്നതേ ഉള്ളൂ. അതിനാണ് ഈ ബുദ്ധിയില്ലാത്ത ഈ സാധനം സ്വന്തം മകളെ 26 വർഷം വീട്ടിൽ പൂട്ടിയിട്ടത്. എന്താ അവസ്ഥ ഗൈസ്, നിങ്ങൾ അതിന്റെ ഭയാനകമായ അതിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. അത്രയും വലിയ 26 വർഷം എന്ന് വെച്ചാൽ ആലോചിക്കാൻ കഴിയുന്നില്ല ഗൈസ്. അത്രത്തോളം ഈ പെൺകുട്ടിയെ ഈ അമ്മ ഇങ്ങനെ പൂട്ടിയിട്ട സമയത്ത് ആദ്യമൊക്കെ ഈ പെൺകുട്ടി ഭയങ്കര എന്താ പറയുക, ഒരുപാട് ഒച്ചപ്പാടാക്കൽ, ഒരുപാട് വീടൊക്കെ ഡോറൊക്കെ കുത്തി പൊളിക്കാൻ എന്തൊക്കെയോ നോക്കിയിരുന്നു, ഉള്ളിൽ എന്തൊക്കെയോ കളിച്ചിരുന്നു. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ അമ്മ എന്ത് ചെയ്താലും ഈ അമ്മ ഡോറ് തുറക്കാതെ അങ്ങനെ തന്നെ വെച്ചു. അങ്ങനെ പിന്നെ ആ ജീവിതമായിട്ട് ആ പെൺകുട്ടി പൊരുത്തപ്പെടുകയാണ് ചെയ്തത്. ഒരു വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ 26 വർഷങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി പുറത്തിറങ്ങാൻ ഇടയായി ഒരു ദിവസം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ അമ്മക്ക് അസുഖമായിട്ട് ഈ അമ്മയെ ആശുപത്രി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി പുറത്തിറങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഭാഗ്യം കൊണ്ട് മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആ പെൺകുട്ടിയുടെ എന്തോ ഭാഗ്യം കൊണ്ട് തന്നെ ആയിരിക്കണം 26 വർഷം ഒരു മുറിയിൽ ഇരുന്നിട്ട് പോലും ആ കുട്ടി മരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ കുട്ടിയുടെ കോലം കണ്ടിട്ട് നാട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. മുടിയൊക്കെ ജട പിടിച്ച് വല്ലാത്തൊരു കോലത്തിലായിട്ട്. കാരണം 26 വർഷമായിട്ട് ഈ പെൺകുട്ടി കിടന്നിരുന്നിട്ട് എഴുന്നേറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം നമുക്ക് ചിന്തിച്ചതിൻ്റെ ഭയാനകത മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മയെ ആശുപത്രി കാണിക്കാൻ ഈ മോള് പിന്നെ പോയി എന്നാണ് പറയുന്നത്. 26 വർഷം പൂട്ടിയിട്ട് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി 26 വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുന്നത്. അത് തന്നെ വല്ലാത്തൊരു രൂപമായിരുന്നു ആ പെൺകുട്ടിയുടെ. എന്നിട്ട് നാട്ടുകാരൊക്കെ കണ്ടിട്ട് ആകെ പ്രശ്നമായി. അങ്ങനെയാണ് ഈ കാര്യം പുറലോകം അറിയുന്നതാണെന്ന് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞ ഫ്രണ്ട്സ്, ഈ പെൺകുട്ടി ചത്ത് ജീവിച്ചു എന്ന് പറയാം 26 വർഷം. അങ്ങനെ 42 വയസ്സാമത്തെ ആയല്ലോ ഈ കുട്ടിയെ ഇറങ്ങുമ്പോൾ. എന്നിട്ട് ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ കുട്ടിയുടെ വീട്ടിലേക്ക് അടിച്ച സമയത്ത് ഒരുപാട് ചത്ത പൂച്ചി അങ്ങനെ എന്തൊക്കെയോ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ അവിടെ കണ്ടിരുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാനും ചത്ത് ജീവിക്കുന്നവളാണ്, ഒരു പൂച്ചക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, അതുപോലും എനിക്കില്ല എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് അരികിൽ പിടിച്ചിട്ട് കൈയൊക്കെ പിടിച്ചില്ലെങ്കിൽ തലയൊക്കെ ഒന്ന് തലോടിയിട്ട് ഒന്ന് ഉപദേശിച്ചാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക്. അല്ലെങ്കിൽ അതിങ്ങനെ മാറുന്നില്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതാണ് ഈ വിവരമില്ലാത്ത അമ്മ ഈ പെൺകുട്ടിയോട് ചെയ്ത്. അങ്ങനെ ചെയ്യാതെയാണ് ഈ വിവരമില്ലാത്ത അമ്മ ഈ പെൺകുട്ടിയോട് ചെയ്തത് 26 വർഷം കൂട്ടിയിട്ടിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീട്ടിൽ അധികമൊന്നും പറയാനൊന്നുമില്ല. ഇങ്ങനൊരു കാര്യം ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടായി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നാളൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.